ഹായ് ഫ്രണ്ട്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഒന്ന് രണ്ട് മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെയ്തു. കണ്ടിന്യൂ ഒരു മഴയെന്ന് പറയാനൊന്നും ആയിട്ടില്ല. വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പായസം റെഡിയാക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കിക്കേ. നമ്മുടെ ചക്കക്കുരു തന്നെയാണ്. യാതൊരുവിധ വിഷാംശമില്ലാത്ത ഒരൈറ്റമാണ്. ഏറ്റവും പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ചക്ക, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ചക്കക്കുരുവാണ് ഞാനിന്നിവിടെ പായസം വെക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത്യാവശ്യം പായസമൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിക്കെടുത്ത് ഇത് പുഴുങ്ങിയെടുക്കണം. നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. ഇതിൻ്റെ പുറംതൊലിയൊക്കെ ഒന്ന് കളയണം കേട്ടോ. ഇത് കൂടാതെ, ഈ തൊലി കൂടാതെ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഇതിനകത്തൊരു ചുമന്ന കളറിലുള്ള ഇതുണ്ടല്ലോ, ആ ബ്രൗൺ കളറിലെ തൊലിയും കൂടെ നമ്മൾ ചിരണ്ടി കളയണം. എന്നാലും പായസത്തിന് ഒരു ഇതാവുള്ളൂ. അല്ലെങ്കിൽ പായസം എന്താ പറയുക, കുത്തരി പായസം പോലെ ഇരിക്കും. ഇത് ആണ് ഏറ്റവും പോഷകാംശമായിട്ടുള്ളത്. അത് നമ്മൾ കറി വെക്കുമ്പം ഇത് കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പായസത്തിന് തക്കാലം നമുക്കത് അത് ചിരണ്ടി കളയണം. എന്നിട്ട് ഇത് നല്ലപോലൊക്കെ കുക്കറിൽ വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. നല്ലപോലെ നമുക്ക് ഉടച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ചക്കക്കുരു എല്ലാം ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഞാൻ ചിരണ്ടി എടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ കരിന്തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞു. അതുകൊണ്ട് നടുവേ പിളർത്തി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പൊടി ഉപ്പ്, ഒരുപാട് ഉപ്പ് വേണ്ട, നമ്മൾ പായസമാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പൊടി ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് ഒരു ഞുള്ള് കേട്ടോ. ഇതാക്കണ്ടല്ലോ, ഇത്രയും മാത്രം മതി കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റവ് കത്തിച്ച് വേകാനായിട്ട് വെക്കാം. കത്തിച്ചിട്ടുണ്ട്. നടുപ്പിലോട്ട് വെച്ച് ഒരു 4-5 വിസിലടിച്ചോട്ട് കേട്ടോ. ഒരു 5 വിസിലെങ്കിലും അടിക്കണം. നന്നായിട്ട് വെന്ത് നമുക്ക് ഉടച്ച് എടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലപോലൊക്കെ വേകണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. ഒരു 5 വിസിൽ അടുപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ അടച്ച് വെക്കാം. അപ്പോൾ ഞാൻ അടപ്പൊക്കെ അടച്ച് ഇവിടെ വേകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 5 വിസിൽ അടിക്കുന്നവരെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുണ്ടോ, ആണി വെള്ളം മേടിച്ചിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും വേണ്ട, ഇതിന് മധുരത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി. നല്ല മധുരം വേണ്ടിയവർ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. കുറച്ച് ഉള്ളവർക്ക് അതിനനുസരിച്ച് നിങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് ഇതിലാവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉരുക്കി അരിച്ചെടുക്കുക. അപ്പോൾ നോക്കിക്കേ, 2 ആണിവെള്ളം മാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. 2 മാത്രം എടുക്കാൻ കാരണം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്കല്ല, പായസത്തിന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡിന് അത്യാവശ്യം മധുരമുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇവിടെ ശർക്കരയുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ശർക്കര കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചെടുക്കാൻ മതി. അപ്പോൾ എനിക്ക് പൊതുവേ കുറച്ച് വലിയ മധുരം എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പൊതുവേ കുറച്ച് മധുരമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പച്ചക്കറി ഇവിടെ വിസിലടിച്ച് ഒരു വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇത് പാനിയാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഇതാക്കണ്ട. അതിനനുസരിച്ച് നമുക്ക് പാലും കാര്യമൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പം ഇത്ര മതി. സ്റ്റവ് വെച്ചിട്ട് ഇതൊന്ന് കത്തിച്ച് അതുകൂടി ഇരുന്ന് പാനിയാകട്ടെ. ഉരുകി കഴിയുമ്പോൾ ഇത് എല്ലാം അരിഞ്ഞ് വെള്ളത്തിനകത്ത് ചേരും. എന്നിട്ട് നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വെക്കണം.
അപ്പോഴത്തെ ഇത് ഇവിടെ ഇരുന്ന് വേട്ട ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു 3 എണ്ണം കൂടെ അടിക്കട്ടെ. അടിച്ച് കഴിഞ്ഞ് തുറക്കരുത്. അതിൻ്റെ ആവിയെല്ലാം പോകുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാവൂ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാനും വേണ്ടിയിട്ട് ഒരു തേങ്ങ തിരുമ്മി അതിൻ്റെ മിക്സിയിൽ അടിച്ച് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇതെല്ലാണക്ക് അമർത്തി കൊടുക്കുക. ഒരു സ്പൂണിട്ട് അപ്പോൾ ഇത് പശുവിൻ പാലാണ്. ഇതൊരു 1.5 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഒരു ചക്കക്കുരു പായസം ഉണ്ടാക്കാമെന്ന് തോന്നിയത്. അപ്പോൾ പാല് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ ചേർത്ത് ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പശുവിൻ പാലെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. ഓക്കെ. പിന്നെ അതുപോലെ ചക്കക്കുരു ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇത്രയും മതിയാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി അവിടെ ആറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ബോട്ടിലേക്ക് അരിച്ച് ഒഴിച്ചെടുക്കാം. ചില ശർക്കരക്കൊക്കെ മണൽത്തരിയും കരടുകളും ഒക്കെ ഉണ്ടാവും. ഇത് നല്ല പുതിയ നാളികേരമായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഇച്ചിരി ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ, പശുവിൻ പാൽ, ശർക്കര പാനി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചവ്വരിയാണ്. ഈ ചവ്വരി ഇതെല്ലാം വേണ്ട. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ എത്രത്തോളമാണ് ശർക്കരയും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തോരം പായസമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അളവുകൾ ക്രമീകരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചവ്വരി എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കണം. നമ്മുടെ ചക്കക്കുരു എന്തായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് വെന്ത് ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു തവി വെച്ച് നമ്മൾ കുത്തി നല്ലപോലെ ഇത് ഉടച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കണ്ട ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചവ്വരി ആവശ്യത്തിന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഇത്രയും ചവ്വരി ഞാൻ ഇവിടെ വറുത്തെടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ ചവ്വരി ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്കിട്ട് ശർക്കര പാനി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഈ ചവ്വരിയെല്ലാം ഒന്ന് വേകണം. ഇതിൽ കിടന്ന് നമ്മുടെ ശർക്കരക്കുരു ചവ്വരി എല്ലാം കൂടെ ഈ ശർക്കര പാനി കിടന്ന് തിളച്ച് നല്ല പാകമാകുമ്പോഴത്തേക്ക് നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ ഈ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പാകത്തിന് പിന്നീട് കാര്യങ്ങളെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ ഇരുന്നൊന്ന് വേകട്ടെ. അപ്പം നമുക്ക് സമയം കളയണ്ട. ആ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏലക്ക ഒരു 4 ഏലക്ക നമുക്ക് ഇടിച്ചെടുക്കണം. ഈ ഏലക്ക നമുക്കൊന്ന് ചതച്ചെടുക്കാം. അടിക്ക് പിടിക്കാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ചക്കക്കുരു ചവ്വരിയൊക്കെ നല്ല കൊഴുപ്പുള്ള സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ചവ്വരി വെന്തിട്ടില്ല, ചവ്വരി വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം.
ഈ സമയം കൊണ്ട് ഇതിപ്പോൾ ഏറെക്കുറെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, ചവ്വരി വെന്തും കിട്ടണം. ഈ പാല് നമുക്ക്, പശുവിൻ പാലാണ്, തേങ്ങാപ്പാലല്ല, ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇതിവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ ഉണക്കമുന്തിരി, അതുപോലെ അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം നമുക്ക് നെയ്ക്കകത്ത് വറുത്തെടുക്കണം. നല്ല പൂവർ പശുവിൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഇതിൽ ഇട്ട് അതിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യുക, മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതിന് ഒരു 2 സ്പൂണ് നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി, ചവ്വരി, ചക്കക്കുരു എല്ലാം കൂടെ ഏറെക്കുറെ ചവ്വരി ഇച്ചിരി കൂടെ വേകാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചവ്വരി കുറച്ചുകൂടെ വേഗവും വേണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി തേങ്ങാപ്പാൽ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. വെള്ളവും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാരണം ചവ്വരി കുറച്ചും കൂടെ വേകാനായിട്ടുണ്ട്. ഒന്ന് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പറ്റത്തില്ല, നമുക്ക് അപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം ചവ്വരി ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇത് കണ്ടോ, കുറച്ചും കൂടെ വേകാനായിട്ടുണ്ട്. ഈ ഒരു പരുവല്ല ചവ്വരി നമ്മൾ വെന്ത് കഴിയുമ്പോൾ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇടിച്ചെടുത്ത ഏലക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഇതിൻ്റെ കൂടെ കിടന്ന് ഏലക്ക വെന്ത് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി നല്ല പാകത്തിന് ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടിച്ചെടുത്ത ഏലക്ക ചേർത്ത് കൊടുത്തു. ഏലക്കായും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് വേകട്ടെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇവിടെ ഞാൻ കണ്ടല്ലോ, മിൽക്ക് മെയ്ഡ് ഇത് പൊട്ടിച്ച് ആവശ്യത്തിന് മധുരം, ഇത് നല്ല മധുരമാണ്. അപ്പം മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൊത്തത്തോടെയൊക്കെ ഒഴിക്കരുത്, ഭയങ്കര മധുരമായി പോവും. പിന്നെ അവരവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരവരുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പം ഇതിൽ ഒരു ശകലം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാം. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡ് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നിർത്തുകയാണ്, നോക്കിയിട്ട് ഒഴിക്കുന്നുള്ളൂ. ഇതിരിക്കട്ടെ. മധുരം നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഒന്നാം പാല്, തേങ്ങാപ്പാൽ, അതായത് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ചതിന് ശേഷം മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അത് എപ്പോൾ വേണേലും ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചക്കക്കുരു ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒത്തിരി ചക്കക്കുരു ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പായസം ഉണ്ടാവും. അതുമല്ല ഭയങ്കര കൊഴുപ്പമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 10-15 ചക്കക്കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കൊഴുപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചവ്വരി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ
ചവ്വരി, ചക്കക്കുരു ഇതൊക്കെ കണ്ടോ ഏറെക്കുറെ ചവ്വരി എല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ ഏലക്കായും ഇതെല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ആവശ്യത്തിന് നമ്മൾ ആ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത ആ നെയ്യാണ്. 2 സ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മുഴുവനും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിനകത്ത് കിടന്ന് നല്ലപോലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ തേങ്ങാപ്പാലുണ്ടല്ലോ, 1-ാം പാൽ, ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ഇതിനകത്തൊക്കെ ഒഴിക്കുക. ഇനി ഫ്ലെയിം ഫുള്ളിലിടുക. എന്നിട്ട് നല്ലപോലെ കാവി കയറി വരുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ എന്ത് ചെയ്യും, തിക്കാവും. അതൊന്ന് തിക്കായി വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്താൽ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. മധുരം ഇച്ചിരി കുറവുണ്ട്. അപ്പം ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇത് ഇവിടുന്ന് പോകാതെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളയ്ക്കാൻ പാടില്ല. നല്ല പോലൊക്കെ എന്നാൽ ആവി വരികയും വേണം, ഇത് കുറുകുകയും വേണം. അപ്പം നമ്മൾ തവിയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ചക്കക്കുരു പായസം ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ അടപ്രഥമൻ പായസം തോറ്റു പോകും കേട്ടോ. നല്ല സൂപ്പർ പായസമായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പാത്രത്തിലേക്ക് കോരി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലിട്ട് വെക്കാം. ഇച്ചിരി എടുത്ത് വെച്ചേക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കണ്ടിട്ട് തന്നെ കുടിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ പായസമാണ്. നമ്മുടെ ചക്കക്കുരുവിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചക്കയെക്കുറിച്ചുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരൈറ്റമാണ്. യാതൊരു വിഷാംശം ഇല്ലാതെ ധൈര്യത്തോടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം കുടിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ജോളി റിജി സൂപ്പർ വ്ളോഗ് നമ്മുടെ ചാനലിൻ്റെ പേര്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. ആ ഓൾ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ. അപ്പം നമുക്ക് ഈ പായസം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം തന്നെ എനിക്ക് കുടിക്കാനായിട്ട് പോകാം. ഇത് കുറച്ച് ലൂസാക്കി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ ഇത് തിക്കാവും. അപ്പോൾ വെറും അങ്ങോട്ട് എന്താ പറയുക കട്ടിക്കിരുന്ന് കഴിഞ്ഞാലും നമുക്ക് പായസം കുടിക്കാനായിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എന്നാൽ പറ്റ ലൂസുമല്ല, ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, ഈ പായസം റെഡിയാക്കേണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമ്മുടെ ചക്കക്കുരു പായസം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കേ. നമ്മുടെ അടപ്രഥമൻ തോറ്റുപോകും, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും ധൈര്യത്തോടു കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് കുടിച്ച് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നോക്കിക്കേ, കണ്ടാൽ തന്നെ കുടിക്കാനായിട്ട് തോന്നില്ലേ? അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഞാൻ രുചിച്ച് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അടപ്രഥമൻ വെക്കുന്ന ആ ഒരു അതേ ടേസ്റ്റ്, അതിനെക്കാട്ടും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടോ എന്നാണ് ഒരു സംശയം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കക്കുരു ആണല്ലോ.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വീണ്ടും രണ്ടാമത് മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടെ ആഡ് ചെയ്തു, മധുരമൊക്കെ പാകത്തിനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അല്ലേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഇതുപോലെ ഞാൻ വരും. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.